अस्सलामुअलैकुम वरहमतुल्लाहि वबरकातुहू। बिस्मिल्लाहिर्रहमानिर्रहीम। അൽഹംദുലില്ലാ. പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം. അവൻ സർവ്വലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക്, നിന്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ. അൽഹംദുലില്ലാ. പേർഷ്യൻ സൈനികരുമായിട്ട് വന്നവര് മുസ്ലിം സേനയോട് ഏറ്റുമുട്ടിയിട്ട് പരാജയം നുണയാൻ തുടങ്ങി. അവർ റാമഹുർമീസിലേക്ക് പിൻവാങ്ങി. പക്ഷെ അവിടെയും രക്ഷയില്ല. അവിടെയും രക്ഷയില്ലാതെന്ന് കണ്ട സമയത്ത് അവർ ഷൂസ്തർ എന്ന സ്ഥലത്തേക്കാണ് നീങ്ങിയത്. അവിടെ വലിയ കോട്ടമതിലുകളുണ്ടായിരുന്നു. ഷൂസ്തറിൽ കോട്ടമതിലുകളുണ്ട്, അതുപോലെ കിടങ്ങുകളുണ്ട്. അത് തങ്ങളെ രക്ഷിക്കുമെന്നാണ് അവർ ന്യായമായും പ്രതീക്ഷിച്ചത്. കാര്യങ്ങൾ ഇത്രയായപ്പോഴേക്കും സുഹൈൽ ബിൻ അദീൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം സൈനികർ ഇതേ ഹോർമൂസാനെ നേരിടാൻ റാമഹുർമൂസിലേക്ക് അവിടേക്ക് സൈനിക നീക്കം നടത്തിയിരുന്നു. അവിടം മുസ്ലിങ്ങൾ അധീനപ്പെടുത്തിയ വിവരം അറിഞ്ഞ് സുഹൈൽ ബിൻ അദിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും അഹ്വാസ് അങ്ങാടിയിൽ നിന്ന് നേരെ ഷൂസ്തറിലേക്കാണ് നീങ്ങിയത്. അവരോട് ആ സ്ഥലത്ത് എത്തി കഴിയുമ്പോഴേക്കും നുമാനും അനുയായികളും അവിടുത്തെ കോട്ടവാതിക്കൽ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ അവരെല്ലാവരും ഒന്നിച്ച് ആ പട്ടണത്തിൻ്റെ മേലൊരു ഉപരോധം ഏർപ്പെടുത്തി. ഹുർമാസനും സൈന്യവും കോട്ടയ്ക്കകത്ത് സുരക്ഷിതമായിട്ട് കഴിഞ്ഞുകൂടി. മുസ്ലിം മുജാഹിദുകൾ കോട്ടമതിലുകൾ തകർക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് നടന്നില്ല, വിഫലമായി. അവിടെ പലപ്പോഴും അവർ പ്രതിയോഗികളുമായിട്ട് വലിയ രീതിയിൽ പോരാട്ടത്തിൽ ഏർപ്പെട്ടു. ചിലപ്പോൾ വിജയിക്കും, മറ്റു ചിലപ്പോൾ പരാജയപ്പെടും. അങ്ങനെ വിജയപരാജയങ്ങൾ മാറി മാറി വരികയാണ് ഉണ്ടായത്. അങ്ങനെ കുറേ നാൾ അവർ പലപ്പോഴായിട്ട് സംഘടനത്തിൽ ഏർപ്പെട്ടുവെങ്കിൽ പോലും ആർക്കും ഒരാൾക്ക് കണിശമായിട്ടുള്ള വിജയം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പരാജയം അത് നിർണ്ണയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കിസ്റായുടെ നിർദ്ദേശമനുസരിച്ച് ഷൂസ്തർ കോട്ടയിൽ സമ്മേളിച്ച ശത്രുക്കളെ പരാജയപ്പെടുത്തുക എന്നുള്ള കാര്യം അത് താരതമ്യേന വളരെ പ്രയാസമുള്ള ഒന്നാണെന്ന് അങ്ങനെ ഒരു കാര്യം കാണിച്ച സേനാനായകൻ ഉമറിന് കത്തെഴുതി. കത്ത് കിട്ടിയ ഖലീഫ ഉമർ അൽ ഖത്താബ് അബൂ മൂസൽ അശ്വരിയോട് ബസ്രയിലെ മുഴുവൻ പട്ടാളക്കാരെയും കൂട്ടി ഷൂസ്തറിലെത്താനും അതുപോലെ അബൂ സബ്രയുടെ നായകത്വം സ്വീകരിച്ച് യുദ്ധത്തിൽ പങ്കെടുക്കാനും അങ്ങനെ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. അബൂ മൂസ അമീറുൽ മുഅ്മിനീൻ്റെ
ആജ്ഞ അനുസരിച്ച് ഉടനെ തന്നെ ശൂസ്ത്രയിൽ എത്തുകയും ചെയ്തു. ഉപരോധം തുടരുകയാണ്, വലുതായിട്ടുള്ള പോരാട്ടവും തുടരുകയാണ്. ഈ ഒരു യുദ്ധത്തിൽ സൈന്യത്തിൻ്റെ വലത് ദളം മർറാവു ബിൻ മാലിക്കിൻ്റെയും ഇടത് ദളം അർബൻ ആസിഫ് ബിൻ അൻസ്വാരിയുടെയും അശ്വഭടന്മാർ അനസ് ബിൻ മാലിക്കിൻ്റെയും നേതൃത്വത്തിലാണ് ഉണ്ടായിരുന്നത്. രൂക്ഷമായിട്ടുള്ള സംഘടനമാണ് നടക്കുന്നത്. ആ സംഘടനത്തിനിടയിൽ കോട്ടവാതിൽക്കൽ എത്തിച്ചേർന്ന് ബർറായനെ ശത്രുക്കൾ അവിടെ വെച്ച് കൊലപ്പെടുത്തി. ഒട്ടേറെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത ആളാണ് അദ്ദേഹം. അവിടെ തൻ്റെ അദ്ദേഹത്തിൻ്റെ വീരസാഹസികത, തന്ത്രജ്ഞത പ്രകടിപ്പിച്ച ആ ധീരനായിട്ടുള്ള പോരാളി നിരവധി ആളുകളെ പരലോകത്തേക്ക് അയച്ചു. അതിനുശേഷമാണ് രക്തസാക്ഷിത്വം കൈവരിച്ചത്. മത്സ അദു ബിൻ സൗർ, അദ്ദേഹത്തിന് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇതിനെ പ്രതികാരം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ തുടർന്നുണ്ടായ യുദ്ധത്തിൽ അദ്ദേഹവും താനാർക്ക് വേണ്ടിയാണോ പ്രതികാരം ചെയ്യാൻ ഇറങ്ങി തിരിച്ചത്, അദ്ദേഹത്തിൻ്റെ ഗതി തന്നെയാണ് ഉണ്ടായത്. അദ്ദേഹവും വീരസ്വർഗം പ്രാപിച്ചു, രക്തസാക്ഷിയായി. ഈ യുദ്ധത്തിൽ നിരവധി മുസ്ലിം മുജാഹിദുകളാണ് പൊരുതി മരിച്ചത്. എങ്കിലും യുദ്ധഗതി മുസ്ലിങ്ങൾക്ക് അനുകൂലമായിരുന്നു. കാരണം അവരെല്ലാം മറന്ന് സുധീരം പൊരുതി. അവരുടെ ജീവനോ ജീവിതമായിരുന്നില്ല അവർക്ക് പ്രശ്നം. അവരുടെ ലക്ഷ്യം ദീനാണ്. ദീനിന് വേണ്ടിയിട്ടാണ് അവർ പൊരുതിയത്. ജീവിച്ചാലും യുദ്ധത്തിൽ മരിച്ചു വീണാലും രണ്ടും അവർക്ക് തുല്യമായിരുന്നു. അതുകൊണ്ട് എല്ലാം മറക്കുകയായിരുന്നു അവർ. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് തക്ബീർ വിളി മുഴക്കിക്കൊണ്ട് അവർ ഇരച്ചു കയറുകയാണ് ചെയ്തത്. അവിടെ മരണം വരുമോ ഇല്ലയോ, ജയിച്ചു കയറുമോ പരാജയപ്പെടുമോ, ആ വക ചിന്തകളൊന്നും മുസ്ലിം പടയാളികളെ അലട്ടിയിരുന്നില്ല. ഖൂസിസ്ഥാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ശൂസ്ത്രയിൽ വെച്ച് തന്നെ ശത്രുവിനെ പരാജയപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ അത് വളരെ വലുതായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നവർ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ആയതുകൊണ്ട് തന്നെ ശാരീരിക ബലത്തിൽ സാരമായിട്ടുള്ള ഊറ്റമുള്ള സഖാക്കളുടെ പതനം, മുൻപ് പറഞ്ഞ രണ്ട് സഖാക്കളുടെ പതനം അവരെ വലിയ രീതിയിൽ തളർത്തിക്കളഞ്ഞിരുന്നു. പക്ഷെ അതവർ അവരുടെ മനസ്സിനെ എണ്ണത്തിൽ കുറഞ്ഞു പോയി എങ്കിൽ പോലും, ബലത്തിൽ കുറഞ്ഞു പോയി എങ്കിൽ പോലും അത് അവരുടെ മനസ്സിനെ തളർത്തിയില്ല. മറിച്ച് അതവർക്ക് ഉത്കടവും തീവ്രവുമായിട്ടുള്ള ആവേശം പകർന്നു കൊടുക്കുകയാണ് ഉണ്ടായത്. ഒന്നുകിൽ വിജയം, ദീനിൻ്റെ പേരിൽ വിജയം, അതല്ലെങ്കിൽ മരണം, അത് വീരസ്വർഗം. ഇതായിരുന്നു അവരുടെ മുദ്രാവാക്യം. മരണത്തെയും വിജയത്തെയും, അല്ലെങ്കിൽ പരാജയമാണെങ്കിൽ പരാജയത്തെയും അവർ ഒരുപോലെയാണ് കണ്ടിരുന്നത്. സ്വാർത്ഥ താല്പര്യ ലേശമില്ലാത്ത ഒരു മാനസികാവസ്ഥയായിരുന്നു മുസ്ലിം സൈനികർക്കുണ്ടായത്. ആയതുകൊണ്ട് തന്നെ എതിരാളികളുടെ സൈനികർ നിരവധി ആളുകളുടെ ബലമാണ് ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും മുസ്ലിം മുജാഹിദുകളോടെ പ്രദർശിപ്പിച്ചത്. ഒരു ദിവസം ആ നഗരത്തിൽ വസിക്കുന്ന ഒരാൾ ആരും അറിയാതെ രഹസ്യമായിട്ട് അബു മൂസൽ അശ്വരിയെ സമീപിച്ചു. എൻ്റെ ജീവൻ എൻ്റെ സ്വത്ത്, അതിന് നിങ്ങൾക്ക് സംരക്ഷണം തരാൻ കഴിയുമോ? അങ്ങനെ സംരക്ഷണം തരികയാണെങ്കിൽ പട്ടണത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുക, അതിനുള്ള അകത്തേക്ക് പ്രവേശിക്കാനുള്ള മാർഗം
അത് ഞാൻ കാണിച്ചു തരാം എന്നാണ് ആ നഗരവാസി ഇദ്ദേഹത്തോട് പറഞ്ഞത്. ശരി, സന്ധി ചെയ്തു. ആ സന്ധി അനുസരിച്ച് അബു മൂസ അദ്ദേഹത്തിൻ്റെ ഒപ്പം അഷ്റസ് ബിൻ ഓഫിസൈബാനി എന്ന ധീരയോദ്ധാവിനെ അയച്ചു കൊടുത്തു. അങ്ങനെ ഈ യോദ്ധാവും അബു മൂസയും ശൂസ്തറിൻ്റെ അടിഭാഗത്ത് കൂടി ഒഴുകുന്ന ടൈഗ്രീസ് നദി, അതിൻ്റെ ശാഖകളിൽ അതിലൊന്നിലേക്ക് മുങ്ങാൻ കുഴിയിട്ടു. അവിടെ ഒരു തുരങ്കം ഉണ്ടായിരുന്നു. ആ തുരങ്കം വഴി അവർ നഗരത്തിൽ പ്രവേശിച്ചു. അവരുടെ മുഖവും ശരീരവും ഏതെങ്കിലും പുതപ്പ് കൊണ്ട് മൂടിയിട്ട് കൂടെ വരാൻ ആ പാഴ്സി യുവാവ് അഷ്റസിനോട് ആവശ്യപ്പെട്ടു. വൃത്തിനായിട്ടാണ് ഒപ്പം നടക്കേണ്ടത്, അങ്ങനെയാണ് അഭിനയിക്കേണ്ടത്. അങ്ങനെ അവരിരുവരും ആ നഗരം പരിപൂർണമായിട്ട് ചുറ്റിക്കണ്ടു. ഇടവഴികൾ കണ്ടു, റോഡുകൾ അതെല്ലാം അഷ്റസ് വളരെ വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കി. ഹുർമുസാനെ അദ്ദേഹം നേരിട്ട് കാണുകയും ചെയ്തു. അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ എന്താണ്, ഏതെല്ലാം വിധത്തിലാണ്, അതെല്ലാം സ്പഷ്ടമാക്കി അത് മനസ്സിലുറപ്പിച്ചു വെച്ചു. അത് ചെയ്ത അഷ്റസ് അബു മൂസയുടെ അടുക്കൽ മടങ്ങി വന്നു. അവിടെ കണ്ട കാര്യങ്ങൾ എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. തൻ്റെ കൂടെ 200 പടയാളികളെ അയച്ചു തന്നാൽ ഒരു പ്രയാസവും വേണ്ട, പട്ടണം പിടിച്ചടക്കിക്കൊള്ളാം എന്നദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്തു. ഇത് കേട്ട സേനാനായകൻ പട്ടാളക്കാരുടെ നേരെ തിരിഞ്ഞ് അവരോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് ചോദിച്ചു. അവർ പരിപൂർണമായിട്ടും അവരെല്ലാവരും ദീനിൻ്റെ വിജയത്തിന് വേണ്ടി ആത്മത്യാഗത്തിന് തയ്യാറായിട്ട് തിക്കിത്തിരക്കിയിട്ടാണ് മുന്നോട്ട് വന്നത്. അബു മൂസ അവരിൽ നിന്ന് ആദ്യം വന്ന 200 ആളുകളെ അഷ്റസിനോടൊപ്പം അയച്ചു കൊടുക്കുകയും ചെയ്തു. അവർ കാത്തിരുന്നു. സമയവും സാഹചര്യവും അനുകൂലമായപ്പോൾ ഒരു പാതിരാത്രിയിൽ അവർ മുൻപ് പറഞ്ഞ ടൈഗ്രീസ് നദിയുടെ അടിയിലുള്ള ടൈഗ്രീസ് നദിയുടെ ശാഖയാണ്, ടൈഗ്രീസ് നദിയല്ല, അതിൻ്റെ അടിയിലുള്ള ഒരു തുരങ്കം, ആ തുരങ്കം വഴി അവർ പട്ടണത്തിലെത്തി. ആദ്യം തന്നെ കാവൽക്കാരെ അവർ ഇല്ലാതാക്കി. അകത്ത് പ്രവേശിച്ച് കോട്ടവാതിൽ അവർ തള്ളി തുറന്നു. അതോടുകൂടി പുറത്ത് കാത്തുനിന്ന അബൂ മൂസ മറ്റ് മുസ്ലിം സൈനികർ എല്ലാവരും അകത്തേക്ക് പ്രവേശിച്ചു. പിന്നെ അധികം താമസിക്കേണ്ടി വന്നില്ല. ആ കോട്ട, ആ നഗരം അത് മുസ്ലിങ്ങളുടെ കയ്യിലമർന്നു. ഹുർമുസാൻ കോട്ടയ്ക്കകത്ത് അഭയം തേടുകയും ചെയ്തു. മുസ്ലിങ്ങൾ അതിൻ്റെ അടിഭാഗത്ത് ചെന്ന് നിന്നു. അവിടെ ചെന്ന് നിന്നപ്പോൾ അദ്ദേഹം കോട്ടയുടെ ഗോപുരത്തിൽ കയറി നിന്നു. താഴെയുള്ള മുസ്ലിം യോദ്ധാക്കളെ നോക്കിയിട്ട് അയാൾ പറഞ്ഞു, ഉറക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ആവനാഴിയിൽ 100 അമ്പുകളാണുള്ളത്. അത് മുഴുവൻ ഞാൻ പ്രയോഗിക്കും. അത് അവസാനിച്ചതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ പിടിക്കാം. പക്ഷേ ആ 100 അമ്പുകളും ഞാൻ പ്രയോഗിക്കുക തന്നെ ചെയ്യും. അതുവരെ നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ കഴിയില്ല. എന്നാൽ എന്നെ മദീനയിലെത്തിക്കും. അത് മാത്രമല്ല, അവിടുത്തെ ഖലീഫ ഉമർ എൻ്റെ കാര്യത്തിൽ നേരിട്ടൊരു തീരുമാനമെടുക്കും. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഉറപ്പ് നൽകുകയാണെങ്കിൽ ഞാൻ ഇറങ്ങി വരാൻ തയ്യാറാണ്. ശരി, കോട്ടയ്ക്കകത്തുണ്ടായിരുന്ന താഴെയുണ്ടായിരുന്ന മുസ്ലിം സൈനികർ അത് സമ്മതിച്ചു.
അതിന് ഹുർമൂസൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആവനാഴി അവരുടെ നേരെ താഴ്ത്തിക്ക് എറിഞ്ഞു. അദ്ദേഹം ഒഴിഞ്ഞ കൈകളോടെ മുസ്ലിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്തു. ഉടനെ തന്നെ അദ്ദേഹത്തെ അവരുടെ സേനാനായകനായിട്ടുള്ള അബൂ മൂസയുടെ സമീപത്തേക്ക് എത്തിച്ചു. അദ്ദേഹം തൻ്റെ സഖാക്കൾ അവിടെ വെച്ച് ചെയ്ത സന്ധി, ആ കരാറ്, അതൊരു മര്യാദയാണ്, അതുവഴി അംഗീകരിച്ചു. അതുപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് നീക്കും, ആ ഉറപ്പ് പാലിക്കും, സന്ധി സത്യമായിട്ട് പാലിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അതനുസരിച്ച് ഹുർമുസാനെ മദീനയിലേക്ക് ഖലീഫ ഉമർ അൽ ഖത്താബിൻ്റെ അടുത്തേക്ക് അയക്കുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ അനസ് ബിൻ മാലിക്കിനെയും അഹ്നവ് ബിൻ ഖൈസിനെയും നിയോഗിച്ചു. അവരെല്ലാവരും, ആ 3 പേരും ഖലീഫയെ കാണാൻ മദീനയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്.